നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. നമുക്കിങ്ങനെ എന്താ പറയണ, പൂക്കാലം വരുമ്പോഴേക്കും പൂക്കളുടെ ഒരു സമയമാണത്. എല്ലാ പൂക്കളും നല്ല സമൃദ്ധമായിട്ട് വിരിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ ഓണത്തിനും ചിങ്ങമാസത്തിലേക്കൊക്കെ കിടക്കുമ്പോഴേക്കും. ഇതും ഇങ്ങനെ ഒരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയിലേക്ക് വന്നപ്പോഴേക്കും നോക്കിയേ, നമ്മളുടെ ആ ഒരു താമര തണ്ടും പൂവും കൂടെയൊക്കെ ആയിട്ട് ചേർന്ന് വന്നു. അതിനോട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ബ്ലൗസിലോട്ടും സെറ്റ് ചെയ്തത്. സിൽവർ കട്ട് ബീഡും റോസ് ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് വന്നു. അതോടൊപ്പം ബ്ലൗസ് പീസിലേക്ക് പിൻടെക്കും വീനെക്കിനെയും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെയും ഒരു ലോട്ടസിൻ്റെ ഹൈലൈറ്റ് ആണ് സിൽവർ കട്ട് ബീഡിലിട്ടിട്ട് ചെയ്തത്. അപ്പം നമ്മൾ കൂടുതൽ ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫ്ലോറൽ ഡിസൈൻസിലേക്ക് സെറ്റ് സാരികളാണ്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് പാർട്ട് വരുന്നതാണ് ഈ ഒരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ മൾട്ടി കളറാണ് ടാസിൽ വരുന്നത്. പല്ലുവിലേക്ക് നല്ല ഹൈലൈറ്റഡ് ആയിട്ട് ഇത് ബോഡി പാർട്ട് ഒരു റോസ് ഗോൾഡാണ് വരുന്നത്. റോസ് ഗോൾഡ് ബേസ് മെറ്റീരിയൽ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഒത്തിരി എനിക്കൊരു വന്നൊരു സാരിയാണ്. അപ്പം പിന്നെ ഇനിയിപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തത് ലോട്ടസ് ആണ്. അതോടൊപ്പം ഇനി വീണ്ടും കൂടുതലായിട്ട് ഫ്ലോറൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ സാരി വരുന്നത് എങ്ങനെയാണ്? അപ്പം സാരി വരുമ്പോഴേക്കും എന്താ ഇങ്ങനെ വരും. ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് ഉണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1456 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. എങ്ങനെ വേണമെങ്കിലും എന്ത് ഓർണമെൻറ്റ്സ് ഇട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ട്രഡീഷണൽ വിൻറ്റേജ്, പിന്നെ നമുക്ക് ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഇങ്ങനെ ടെമ്പിൾ വെയർ ആയിട്ടുള്ള അങ്ങനെയൊക്കെ വരുന്ന ഓരോരോ സാരികളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓർണമെൻറ്റ്സ് കൂടെ പെയർ ചെയ്ത് പോകാം. പൂവൊക്കെ വെച്ച് ഒരു വിൻറ്റേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം.